ഹലോ ഓൾ, വെൽക്കം ടു KTU ഗുരുകുൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻ. COA 5th മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ഇത് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഒരു ഡിജിറ്റൽ സിസ്റ്റം, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ സിസ്റ്റം നമുക്ക് കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഡിജിറ്റൽ മോഡ്യൂൾ, ഇപ്പോൾ ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോഡ്യൂൾ എന്താണെന്ന് പറയണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ആ മോഡ്യൂളിനകത്ത് എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് പറയാം. ദെൻ അതിലെന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, ദ ഓപ്പറേഷൻസ് ദാറ്റ് ആർ പെർഫോംഡ് ഓൺ ദ ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദം. രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഡേറ്റ വെച്ചിട്ട് എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ഒരു ഡിജിറ്റൽ മോഡ്യൂളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡിജിറ്റൽ മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പോണൻ്റ് രജിസ്റ്റേഴ്സ് ആണ്. ആ രജിസ്റ്റേഴ്സിന് അകത്ത് നടക്കുന്ന ഇൻഫർമേഷൻ ഫ്ലോ ആൻഡ് പ്രോസസ്സിങ്, അതിനകത്ത് ഡേറ്റയ്ക്ക് എന്ത് പ്രോസസ്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെയെല്ലാം പ്രിസൈസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ഓക്കെ, the information and processing task among the data stored in the registers are described in precise and concise manner as register transfer logic. So register transfer logic എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത ഡേറ്റയുടെ മേൽ ചെയ്യുന്ന പ്രോസസ്സിങ് ആൻഡ് അതിനകത്തുള്ള ഡേറ്റയുടെ ഇൻഫർമേഷൻ ഫ്ലോ, അതായത് ചിലപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്നത്. ദെൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സിസ്റ്റം, എന്തൊക്കെ രജിസ്റ്റേഴ്സ് ആ സിസ്റ്റത്തിനകത്തുണ്ട്, ദ ഓപ്പറേഷൻസ് ദാറ്റ് ആർ പെർഫോംഡ് ഇൻ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്, ആ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റയുടെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. ചിലപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ഞാൻ 2ഉം 3ഉം എന്നുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്നുള്ളതാണ്. ഞാൻ ആ രണ്ട് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡീഷൻ, അതിനകത്ത് സ്റ്റോർ ചെയ്ത ഡേറ്റാസിന് മുകളിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ്. ആൻഡ് ദ കൺട്രോൾ ദാറ്റ് സൂപ്പർവൈസസ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദ സിസ്റ്റം. ഇതിലിപ്പോൾ ചിലപ്പോൾ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, അപ്പോൾ അതിനൊരു ഓർഡറൊക്കെ കൊടുത്ത് ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോളും ഈ ഓപ്പറേഷനും രജിസ്റ്ററും കൂടിയിട്ടാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൻ്റെ കോമ്പോണൻസ്. ദെൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ചെയ്യുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, അതെല്ലാം നമ്മൾ ഓപ്പറേഷൻ എന്നാണ് വിളിക്കുക. അതിനെ ഗ്രൂപ്പ് ചെയ്ത് വിളിക്കുന്ന പേര് മൈക്രോ ഓപ്പറേഷൻ എന്നാണ്. മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് വിളിക്കാം നമുക്കതിനെ. ഇപ്പോൾ ഒരു രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റാസ്, ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്ലോക്ക് പൾസ് പീരീഡിനകത്ത് നമ്മൾ ചെയ്യുന്ന എലമെൻ്ററി ഓപ്പറേഷനാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. എ മൈക്രോ ഓപ്പറേഷൻ ഈസ് എൻ എലമെൻ്ററി ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ പാരലൽ ഓൺ എ സ്ട്രിങ് ഓഫ് ബിറ്റ്സ് ഡ്യൂറിങ് 1 ക്ലോക്ക് പൾസ് പീരീഡ്. ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ചെയ്യുന്ന എലമെൻ്ററി ഓപ്പറേഷൻസ് ആണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. എ ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ ക്യാൻ പെർഫോം റൈറ്റ് ഷിഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ മൈക്രോ ഓപ്പറേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നതൊക്കെയാണ്. വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഓരോ ഫംഗ്ഷന് വേണ്ടി ബിൽഡ് ചെയ്ത ഓരോ രജിസ്റ്റേഴ്സും ഒരു മൈക്രോ ഓപ്പറേഷൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഷിഫ്റ്റ്, ലോഡ്, ക്ലിയർ, ഇൻക്രിമെൻറ്റ്, ഇതെല്ലാം ഓരോ മൈക്രോ ഓപ്പറേഷൻസ് ആണ്. ദെൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ കൺട്രോളിൽ ഒരു ടൈമിംഗ് സിഗ്നൽ ഉണ്ടാവും. ആ ടൈമിംഗ് സിഗ്നലാണ് ഈ മൈക്രോ ഓപ്പറേഷൻസിനെ സീക്വൻസ് ചെയ്യുന്നത്. അതായത് ഏത് മൈക്രോ ഓപ്പറേഷൻ ആദ്യം വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞാൽ അടുത്തത് ആര് വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം ഒരു പ്രീഡിഫൈൻഡ് മാനറിൽ സീക്വൻസ് ചെയ്യുന്നത് ഒരു ടൈമിംഗ് സിഗ്നലാണ്. ആ ടൈമിംഗ് സിഗ്നലാണ് ഈ കൺട്രോളിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി വേരിയബിൾ ആയിരിക്കും. ആ ബൈനറി വേരിയബിൾ ആണ് നമ്മുടെ മൈക്രോ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് ഒരു ബൈനറി വേരിയബിൾ ആണ്. ആ ബൈനറി വേരിയബിൾ ആണ് ഏതെങ്കിലും ഒരു മൈക്രോ ഓപ്പറേഷൻ, അതായത് ആഡ്, സബ്ട്രാക്ട്, അതിനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അഡീഷൻ പെർഫോം ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുക എന്നെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. സോ ഈ കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് ഒരു ബൈനറി വേരിയബിൾ ആണ്. ദെൻ
അടുത്ത ടേം ആണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ഓർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്, അങ്ങനെയും പറയും. രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളത് ഒരു സിംബോളിക് നൊട്ടേഷൻ ആണ്. നമ്മൾ ഈ രജിസ്റ്റേഴ്സിന്റെ കണ്ടന്റിൽ ചെയ്യുന്ന ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സിംബോളിക് നൊട്ടേഷൻ ആണ് ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. സിംബോളിക് നൊട്ടേഷൻ യൂസ്ഡ് ഫോർ രജിസ്റ്റേഴ്സ് for specifying operations on the content of registers and specifying control function. Okay, കൺട്രോളും ഓപ്പറേഷൻ എല്ലാം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സിംബോളിക് നൊട്ടേഷൻ മാത്രമാണത്. ഒരു RTL രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൺട്രോൾ ഫംഗ്ഷനും ഉണ്ടായിരിക്കും, ഏതൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് അതിനകത്ത് ഉണ്ട് എന്നുള്ള ലിസ്റ്റും ഉണ്ടായിരിക്കും. കൺട്രോൾ ഫംഗ്ഷനും ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസും ഉണ്ടാവും. നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മൈക്രോ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു, ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഡേറ്റയുടെ മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷന് വിളിക്കുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻ. അത് 4 ടൈപ്പ് ഉണ്ട്. ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ മൈക്രോ ഓപ്പറേഷൻ. ഇന്റർ രജിസ്റ്റർ എന്നുള്ള പേര് തന്നെ നമുക്ക് മനസ്സിലാക്കും, ഒരു രജിസ്റ്ററിന് വേറൊരു രജിസ്റ്ററിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ രജിസ്റ്ററിലെ ഡേറ്റനെ ഞാൻ ഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഡേറ്റയ്ക്ക് ഒരു ചേഞ്ചും വരുത്താണ്ട് ആ ഡേറ്റനെ വേറൊരു ലൊക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഡു നോട്ട് ചേഞ്ച് ദ ഇൻഫർമേഷൻ കണ്ടന്റ് വെൻ ദ ബൈനറി ഇൻഫർമേഷൻ മൂവ്സ് ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ. ലൊക്കേഷൻ മൂവ് ചെയ്യുന്നേ ഉള്ളൂ, ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല ഡേറ്റയ്ക്ക്. നെക്സ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്കറിയാം, ആഡ്, സബ്ട്രാക്ട്, അങ്ങനത്തെ ആഡ്, സബ്ട്രാക്ട്, ഇൻക്രിമെന്റ് ഇതെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ വരുന്നതാണ്. രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഡേറ്റയുടെ മുകളിൽ നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യും. ദ നെക്സ്റ്റ് വൺ ലോജിക് മൈക്രോ ഓപ്പറേഷൻ. ലോജിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആൻഡ്, ഓർ, എക്സ് ഓർ, നോട്ട് ഇതെല്ലാം പെർഫോം ചെയ്യും ഈ സ്റ്റോർ ചെയ്ത ഡേറ്റയ്ക്ക് മേലെ. ദെൻ ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ് ഇതെല്ലാം പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതാണ് 4 ടൈപ്പ് മൈക്രോ ഓപ്പറേഷൻസ് ഇൻ ഡിജിറ്റൽ സിസ്റ്റം. നമുക്ക് ഓരോന്നും നോക്കാം. ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ മൈക്രോ ഓപ്പറേഷൻ. ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു രജിസ്റ്ററിൽ നിന്ന് വേറെ രജിസ്റ്ററിലോട്ടാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ രജിസ്റ്റേഴ്സിനെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ അത് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ ആണ്, R13 എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ആണ്. ഓഫൻ ദ നെയിം ഇൻഡിക്കേറ്റ് ഫംഗ്ഷൻ. അപ്പം അതായത് നമ്മുടെ രജിസ്റ്ററിന്റെ നെയിം തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയും. ഇപ്പം ഈ എക്സാമ്പിൾ MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു ആക്സസ് ചെയ്യേണ്ട അഡ്രസ്സിന് ഈ ലൊക്കേഷനിൽ ഈ MARൽ കൊണ്ടുവച്ചിട്ട് റീഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. അപ്പം അതിന്റെ പേരും തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവും. ലൈക്ക് PC പ്രോഗ്രാം കൗണ്ടർ, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. രജിസ്റ്റർ may also be represented showing the bits of data they contain. ഓരോ ബിറ്റുകളും, ഇപ്പോൾ 8 ബിറ്റുള്ള ഒരു രജിസ്റ്റർ ആണെങ്കിൽ 8 ബിറ്റും കാണിച്ചിട്ട് വേണമെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ A എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിൽ A എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ ഇൻഡിവിജ്വൽ ബിറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. A1, A2 എക്സെട്ര ടു A8 എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നെയിം തന്നെ ഫംഗ്ഷന് പോയിന്റ് ചെയ്യുന്ന പോലെ MBR എന്ന് പറഞ്ഞാൽ ഇത് നെയിം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ PC പ്രോഗ്രാം കൗണ്ടർ പാർട്ടായിട്ട് രജിസ്റ്ററിന് പോർഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹയർ പോർഷൻ, ഇത് ലോവർ പോർഷൻ, അങ്ങനെ രജിസ്റ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ഈ രജിസ്റ്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇതിലത്തെ ഇപ്പൊ ഈ പറഞ്ഞ രജിസ്റ്റേഴ്സിന്റെ എല്ലാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഡിക്ലെയർ രജിസ്റ്റർ A8, ഡിക്ലെയർ രജിസ്റ്റർ A8 എന്ന് പറയുമ്പോൾ ഈ രജിസ്റ്റർ ഡിക്ലെയർ ചെയ്തു. ദെൻ MBR12 എന്ന് പറയുമ്പോൾ ഈ രജിസ്റ്റർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. MBR12 ബ്രാക്കറ്റ് ഇങ്ങനെ പാരന്തസിസിലാണ് നമ്മൾ അതിന്റെ സൈസ് കൊടുക്കുന്നത്. ദെൻ PC16 എന്ന് പറയുമ്പോൾ ഈ രജിസ്റ്ററും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഡിക്ലെയർ സബ് രജിസ്റ്റർ, അതായത് ഈ PCനെ തന്നെ നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. PCL ഈക്വൽ ടു PC ഓഫ് 1 to 8. പ്രോഗ്രാം കൗണ്ടറിന്റെ 1 to 8 വരെയുള്ളത് PCL ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ പ്രോഗ്രാം കൗണ്ടറിന്റെ ഹയർ ഓർഡർ, അതായത് 9 to 16 നമ്മൾ ഹയർ ആയിട്ട് PCH ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
So next is control function. So control function എന്ന് പറയുമ്പോൾ ഒരു പ്രീഡിഫൈൻഡ് കണ്ടീഷന്റെ ബേസിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ഫംഗ്ഷൻ. അതായത് കൺട്രോൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ബൂളിയൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ വാല്യൂ ഒരു 1 or 0 ആയിരിക്കും. സോ 1 ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, 0 ആണെങ്കിൽ വേറൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇതാണ് കൺട്രോൾ ഫംഗ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ട്രാൻസ്ഫർ occurs under a predefined condition called control function, which is a boolean function equal to 1 or 0. അതിന്റെ വാല്യൂ 1 or 0 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇതിൽ ഈ x'(t1) എന്നുള്ളതാണ് കൺട്രോൾ ഫംഗ്ഷൻ. ഓക്കെ, ഈ കൺട്രോൾ ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു കോളൻ ആണ്. അപ്പോൾ ഈ കോളന്റെ ഇപ്പുറത്തുള്ളത് കൺട്രോൾ ഫംഗ്ഷൻ, ഇതിന്റെ റൈറ്റ് സൈഡിലുള്ളത് മൈക്രോ ഓപ്പറേഷൻ. അതാണ് മീനിങ്. ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ, അതായത് x'(t1) ട്രൂ ആയി കഴിഞ്ഞാൽ ഈ മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ കൺട്രോൾ ഫംഗ്ഷൻ ഇസ് ടെർമിനേറ്റഡ് വിത്ത് എ കോളൻ. കോളന്റെ ഇപ്പുറം ഉള്ളത് കൺട്രോൾ ഫംഗ്ഷൻ ആണ്, റൈറ്റ് സൈഡിലുള്ളത് മൈക്രോ ഓപ്പറേഷൻ ആണ്. ദ ട്രാൻസ്ഫർ occurs when x'(t1) equal to 1. x'(t1) 1 ആവുമ്പോഴാണ് ബിയിലുള്ള ഡേറ്റ എയിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. x'(t1) 1 ആവുക എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് അതായത് എക്സിന്റെ വാല്യൂ 0 ആവുക. 0 ആവുക എന്ന് വെച്ചാൽ 0ന്റെ കോംപ്ലിമെന്റ് 1. t1ന്റെ വാല്യൂ 1 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ 0, t1ന്റെ വാല്യൂ 1 ആവുമ്പോഴാണ് ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. രജിസ്റ്റർ ബിന്ന് എയിലോട്ടാണ് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ രജിസ്റ്റേഴ്സ് രണ്ടും വരച്ചു, ഡേറ്റ കൊടുത്തു. ഇതിലോട്ടുള്ള ലോഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ കൺട്രോൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ x'(t1) ആണ്. അപ്പോൾ ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. സോ ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തു. ദെൻ എക്സിനെ നോട്ട് ചെയ്ത് ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു ആൻഡ് t1. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫറിലെ കൺട്രോൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ RTL രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിൽ വരുന്ന സിമ്പിൾസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലെറ്റേഴ്സ് ഡിനോട്ട് രജിസ്റ്റർ, സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട്സ് എ ബിറ്റ് ഓഫ് എ രജിസ്റ്റർ, അതായത് A2 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ രജിസ്റ്ററിന്റെ സെക്കൻഡ് ബിറ്റ്. പാരന്തസിസ് ഒരു രജിസ്റ്ററിന്റെ പോർഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിനോട്ട്സ് എ പോർഷൻ ഓഫ് എ രജിസ്റ്റർ. നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ ഹൈയും ലോ പോർഷൻ ഒക്കെ പറഞ്ഞിരുന്നു. ദെൻ ആരോ ഡിനോട്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ബിന്ന് എയിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ആരോ ഇടുക ചെയ്യുക. കോളൻ ഡിനോട്ട്സ് ദ ടെർമിനേഷൻ ഓഫ് എ കൺട്രോൾ ഫംഗ്ഷൻ. ദെൻ കോമ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ രണ്ട് മൈക്രോ ഓപ്പറേഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടെണ്ണം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് എ മെമ്മറി ട്രാൻസ്ഫർ. സോ ഇതൊക്കെയാണ് RTL വരുന്ന സിമ്പിൾസ്. ദെൻ ഒരു 4 രജിസ്റ്റേഴ്സിന് ബസ് സിസ്റ്റം വെച്ച് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫറിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് യൂണിവേഴ്സിറ്റിയിൽ ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് 4 രജിസ്റ്റേഴ്സ് ABCD. ഈ 4 രജിസ്റ്റേഴ്സിന് നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ A1 എന്ന് പറഞ്ഞ ബിറ്റ് എടുത്തിട്ട് ഒരു മക്സിലോട്ട് കണക്ട് ചെയ്തു. B1 എന്ന് പറഞ്ഞ ബിറ്റ് എടുത്ത് അടുത്ത സെയിം മക്സിലോട്ട് കണക്ട് ചെയ്തു. C1 ആൻഡ് D1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ എല്ലാ രജിസ്റ്റേഴ്സിന്റെയും ലോവർ ഓർഡർ ബിറ്റ്സ് ഒരു മക്സിലോട്ട് കണക്ട് ചെയ്തു. ദെൻ അടുത്തത് A2 എല്ലാം കൂടെ എല്ലാ A2 B2 C2 എല്ലാം കൂടെ ഇവിടെ അടുത്ത മക്സിലോട്ട് കണക്ട് ചെയ്യും. A3 B3 എല്ലാം കൂടെ അടുത്ത മക്സിലോട്ട് കണക്ട് ചെയ്യും. സിമിലർലി AN BN CN ആൻഡ് DN nth മക്സിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലക്സർ ആയതുകൊണ്ട് മെനി ടു 1 ആണ്. സോ മെനി ഇൻപുട്സ് വരുമ്പോൾ ഇതിന് ഒരു ഔട്ട്പുട്ടാണ് മൾട്ടിപ്ലക്സറിന് ഉണ്ടായിരിക്കുക. ഈ ഔട്ട്പുട്ട് ലൈന് കണക്ട് ചെയ്തിരിക്കുന്നത് തിരിച്ച് ഈ രജിസ്റ്റേഴ്സിലോട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ ആണ്. ഒരു രജിസ്റ്ററിന് വേറെ രജിസ്റ്ററിലോട്ടാണ് ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ ഡെസ്റ്റിനേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ ഡെസ്റ്റിനേഷൻ ഡീകോഡറും ഉണ്ട്. നമുക്ക് നോക്കാം. For parallel transfer, number of lines in the bus is equal to number of bits in the register. ഒരു രജിസ്റ്ററിൽ എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടായിരിക്കും ബസ്സിൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓക്കെ, ഇവിടെ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം A1 to AN ആണ് ഒരു രജിസ്റ്ററിലുള്ള ബിറ്റ്സ്. ഇപ്പം ഇവിടെ ഇങ്ങനെ എത്ര ലൈൻസ് ഉണ്ടായിരിക്കും? N നമ്പർ ഓഫ് ലൈൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഒരു മക്സിന്ന് A1 പോകുന്നുണ്ടാവും, അടുത്ത മക്സിന്ന് A2, അടുത്ത മക്സിന്ന് A എന്ന് പറയുന്നില്ല, അടുത്ത മക്സിന്ന് ഒരു ബസ് ഉണ്ടാവും,
ഇവിടുന്ന് ഒരു ബസ് ഉണ്ടാവും, ഇവിടുന്ന് ഒരു ബസ്. സോ ഒരു ബസ്സിനകത്തുള്ള നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ബിറ്റ്സ് ഉണ്ട്, ഇവിടെ n ബിറ്റ്സ് ഉണ്ടെങ്കിൽ n ലൈൻസ് ഉണ്ടായിരിക്കും ബസ്സിനകത്ത്. A common bus system can be constructed with a multiplexer and decoder. മൾട്ടിപ്ലക്സറും ഡീകോഡറും വെച്ചിട്ട് നമുക്കൊരു കോമൺ ബസ് സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാം. The 4 bits in the same significant position in the registers go through 4 to 1 line mux. സെയിം പൊസിഷനിലുള്ള ബിറ്റുകൾ ഒരു മക്സിലോട്ടാണ് 4 to 1 ലൈൻ മക്സിലോട്ടാണ് പോകുന്നത്. ഫോർ രജിസ്റ്റേഴ്സ് വിത്ത് n ബിറ്റ് ഉള്ള രജിസ്റ്റേഴ്സിന് n മൾട്ടിപ്ലക്സേഴ്സ് വേണ്ടിയിരിക്കും. ഇവിടെ നമുക്ക് മൾട്ടിപ്ലക്സർ 1 ആണ്, ഇത് മൾട്ടിപ്ലക്സർ n ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ട്രാൻസ്ഫർ ദ കണ്ടന്റ് ഓഫ് എ ടു സി. എയിലുള്ള ഡേറ്റനെ നമ്മൾ സിയിലോട്ട് മൂവ് ചെയ്യാൻ പോകണം. അതായത് രജിസ്റ്റർ എയിലുള്ള ഡേറ്റനെ എനിക്ക് ഇത് കൂടെ സിയിലോട്ട് മൂവ് ചെയ്യണം. അതിനുവേണ്ടി ദ കൺട്രോൾ ഫംഗ്ഷൻ സെലക്ട് എ ആസ് സോഴ്സ്. എ ആണ് സോഴ്സ്, സി ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മക്സിൽ ഇവിടെ സെലക്ട് ലൈൻ ഉണ്ട്. ഈ സെലക്ട് ലൈനിൽ 00 എന്നുള്ള വാല്യൂ കൊടുക്കും. ഈ സെലക്ട് ലൈനിൽ 00 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഈ മക്സിന് എന്ത് സംഭവിക്കും? ഇതിന്റെ 0th ലൈൻ ആക്ടിവേറ്റ് ആവും. അതായത് A1ലുള്ള രജിസ്റ്ററിന്റെ ഫസ്റ്റ് ബിറ്റ് LSB ബിറ്റിലുള്ള ഡേറ്റ ഈ മക്സിലോട്ട് പോവും. മക്സിന്ന് ഈ ഔട്ട്പുട്ട് ലൈനിലോട്ടും പോവും. ദെൻ അടുത്ത മക്സിൽ എന്ത് സംഭവിക്കും? 00 അവിടെയും വരും. അപ്പോൾ ഇതിലത്തെ അടുത്ത മക്സിൽ വരുന്നത് A2 എന്നുള്ള വാല്യൂ ആണ് വരിക. സോ A2 ഔട്ട്പുട്ട് ലൈനിലോട്ട് പോകും. അടുത്തതിൽ A3. സിമിലർലി nth മക്സിൽ എന്ത് സംഭവിക്കും? ഇതിൽ 00 എന്നുള്ള വാല്യൂ വരുമ്പോൾ ഈ 0 ഏതാ? AN എന്ന് പറഞ്ഞ ബിറ്റാണ്. സോ AN ആക്ടിവേറ്റ് ആവും. AN ആണ് ഔട്ട്പുട്ട് ബസ്സിലോട്ട് വരിക. ദെൻ ഡെസ്റ്റിനേഷൻ സെലക്ട് ദ ഡെസ്റ്റിനേഷൻ ആസ് 10. നമുക്കിവിടെ സിയിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 4 രജിസ്റ്റേഴ്സ് ആണുള്ളത്. സോ എ എന്ന് പറയുമ്പോൾ 00, B 01, C 10 ആൻഡ് D 11. അപ്പോൾ എനിക്ക് സി ആണ് വേണ്ടത്. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ സെലക്റ്റിൽ ഇവിടെ സെലക്ട് ലൈനിൽ 10 എന്നുള്ള വാല്യൂ ആക്ടിവേറ്റ് ചെയ്യും. 10 ഇവിടെ സെലക്ട് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഏതാ ആക്ടിവേറ്റ് ആവുക? 2 എന്നുള്ള ലോഡ് ലൈൻ ആക്ടിവേറ്റ് ആവും. രജിസ്റ്റർ സി ആക്ടിവേറ്റഡ് ആവും. ദെൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ ഡീകോഡറിനെ എനേബിൾ ചെയ്യണം. ഇതിനെ എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ 0 എന്നുള്ള ഒരു സർക്കിൾ കാണാനുണ്ടല്ലോ. ആക്റ്റീവ് ലോ ആണ് അതിന്റെ മീനിങ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എനേബിൾഡ് അവിടെ 0 എന്നുള്ള വാല്യൂ കൊടുത്താലാണ് ഇത് എനേബിൾഡ് ആവുക. ഓക്കെ, സോ ഡീകോഡറിന് എനേബിൾഡ് അവിടെ 0 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ ഡീകോഡർ എനേബിൾ ആവും. അപ്പോൾ ഡീകോഡർ എനേബിൾ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 2 എന്നുള്ള ലോഡ് ലൈൻ ആക്ടിവേറ്റ് ആവും. രജിസ്റ്റർ സി ഡേറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആവും. നമ്മുടെ എല്ലാ മക്സിൻ്റെയും ലൈൻസിൽ കൂടെ ഇപ്പം എൻ്റെ എ എന്ന് പറഞ്ഞ രജിസ്റ്ററിലത്തെ ഡേറ്റ ഇവിടെ എത്തിക്കാണും. ഇവിടെ എത്തിയിട്ട് ഈ ഓരോ ലൈൻസിൽ കൂടെ അത് രജിസ്റ്റർ സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് ഒരു ബസ് സിസ്റ്റത്തിൽ 4 രജിസ്റ്റേഴ്സ് ഉള്ള ബസ് സിസ്റ്റത്തിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തതാണ് അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ. അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആഡ്, സബ്ട്രാക്ട്, കോംപ്ലിമെന്റ് ഇതെല്ലാമാണ്. ഇതൊക്കെയാണ് അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ. അഡീഷൻ, സബ്ട്രാക്ഷൻ, കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്, ദെൻ A+2's കോംപ്ലിമെന്റ് ഓഫ് B, ദെൻ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഇതെല്ലാമാണ് അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷന് എക്സാമ്പിൾ. ആൻഡ് നെക്സ്റ്റ് ഇസ് ലോജിക് മൈക്രോ ഓപ്പറേഷൻ. ലോജിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ഓഫ് ഡേറ്റയുടെ ഓരോ ബിറ്റ്സിന്റെ മുകളിലും നടക്കുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ലോജിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മെയിൻ ആയിട്ടുള്ള ലോജിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ്, ഓർ, ആൻഡ്, എക്സോർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, എക്സെട്ര ഇതൊക്കെയാണ് ലോജിക് ഓപ്പറേഷൻസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കണ്ടീഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. അതായത് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറൊരു ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുക. ഇപ്പം നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ കേട്ടതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെയാണിത്. അതായത് പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ ഇഫ് കണ്ടീഷൻ then മൈക്രോ ഓപ്പറേഷൻ, എൽസ് മൈക്രോ ഓപ്പറേഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ then കഴിഞ്ഞിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലുള്ള മൈക്രോ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. T2 if C equal to 0 then
ട്രാൻസ്ഫർ 1 to f, else ട്രാൻസ്ഫർ 0 to f. അതായത് T2ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ T2 1 ആവണം, അതായത് ആക്ടിവേറ്റ് ആവണം, ഈ കണ്ടീഷൻ ട്രൂ ആവണം. മാത്രമല്ല ഇഫ് സി ഈക്വൽ ടു 0, ഈ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ എഫിലോട്ട് 1 വരും, സിയുടെ വാല്യൂ 0 അല്ലെങ്കിൽ എഫിലോട്ട് 0 വാല്യൂ ആണ് വരിക. ദെൻ ഈ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ജൂലൈ 2017 ചോദിച്ചതാണ് ഡിസൈൻ എ ബസ് സിസ്റ്റം ഫോർ ഇന്റർ കണക്ടിങ് 4 n-bit രജിസ്റ്റേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 4 n-bit രജിസ്റ്റേഴ്സ് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ ഫിഗർ വരയ്ക്കുക, ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ 5 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ദെൻ അടുത്തത് ഏപ്രിൽ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. An 8-bit register A has one input X. A എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് എന്തോ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്, X എന്ന് പറഞ്ഞത്. The register operation is represented as P:(A7 gives X. അതായത് അതിന്റെ MSB ബിറ്റിലോട്ട് X എന്നുള്ളൊരു വാല്യൂ വരുന്നു. AI+1ലുള്ള വാല്യൂവിനെ AI-ലോട്ട് മൂവ് ചെയ്യുന്നു. I equal to 0 to 6. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ? ഇതാണ് ഏപ്രിൽ 2018 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എന്താണെന്ന്. 8-bit രജിസ്റ്റർ ആണ് എ എന്ന് തന്നിട്ടുണ്ട്. A7ലോട്ട് എക്സ് എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. അതായത് MSB ബിറ്റ് ഹോൾസ് എ ന്യൂ വാല്യൂ. A7 എന്ന് പറഞ്ഞാൽ MSB ബിറ്റ് ആണ്, അവിടേക്ക് ഒരു പുതിയ വാല്യൂ ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, AI+1 AI-ലോട്ട് പോകുന്നു. AI+1ലുള്ള വാല്യൂ AI-ലോട്ട് പോവാന്ന് പറഞ്ഞാൽ എന്താ? ഹയർ ഓർഡർ ബിറ്റ്സിലുള്ള വാല്യൂസിന് നമ്മൾ ഒരു ബിറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ്. I+1ലുള്ളതിനടുത്ത് ഐയിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അതായത് ഒരു ബിറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു റൈറ്റ് ഷിഫ്റ്റ് ആണ് പെർഫോം ചെയ്യുന്നത്. സോ എ എന്ന് പറഞ്ഞ് രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ദെൻ അടുത്തത് ഏപ്രിൽ 2018 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുമ്പോൾ കുറേ പേര് അത് വായിക്കാതെ വിടും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഫോർ ദ ഹാർഡ്വെയർ ദാറ്റ് ഇംപ്ലിമെന്റ്സ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, x+yz എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദെൻ AR+BR is transferred to AR. ARഉം BRഉം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ AR ആൻഡ് BR ആർ n-bit രജിസ്റ്റേഴ്സ്. സോ രണ്ട് രജിസ്റ്റേഴ്സിനെ ആഡ് ചെയ്ത് AR-ലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് XY and Z ആർ കൺട്രോൾ വേരിയബിൾസ്. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡ് ലോജിക് ഗേറ്റ്സ് ഫോർ കൺട്രോൾ ഫംഗ്ഷൻ. ലോജിക് ഗേറ്റ് വെച്ചിട്ട് കൺട്രോൾ ഫംഗ്ഷനും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒന്ന് ക്ഷമിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. ഞാൻ ആദ്യം ഇതിന്റെ റൈറ്റ് പാർട്ട് പറയാം. രണ്ട് ARഉം BRഉം രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇതിന്റെ രണ്ട് രജിസ്റ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും അത് രണ്ടും n-bit രജിസ്റ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആഡ് ചെയ്യാൻ n-bit ആഡർ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു n-bit ആഡർ വരച്ചു. അതിനകത്തോട്ട് ഒരു ഇൻപുട്ട് BR ആണ്. സോ ഈ BRനെ ഇവിടെ വരച്ചിട്ട് ആരോ ഇട്ടു. അടുത്ത ഇൻപുട്ട് AR ആണ്. സോ ARനെ ഇവിടെ വരച്ചിട്ട് ആരോ ഇട്ടു. ഇനി ഇതിന്റെ റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ARഉം BRഉം കൂടെ ആഡ് ചെയ്ത റിസൾട്ട് AR-ലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ആഡറിലുള്ള റിസൾട്ട് എങ്ങോട്ടാ? AR-ലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ ഇത്രയും ചെയ്തപ്പോൾ ആ ഭാഗം ഓക്കെ ആയി. ദെൻ ഇതിന് ഒരു കണ്ടീഷൻ ട്രൂ ആവുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിന് ലോഡ് ലൈൻ വരച്ചു. ഇനി ഇതിന്റെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് x+yz. അപ്പൊ പ്ലസ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു ഓർ ഗേറ്റ് വേണം എന്നുള്ളത്. സോ എന്ത് ചെയ്തു, ആദ്യം ഒരു ഓർ ഗേറ്റ് ഇവിടെ വരച്ചു. ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഒരു ഓർ ഗേറ്റ് ഇവിടെ വരച്ചു. ഓർ ഗേറ്റിലോട്ട് ഒരു ഇൻപുട്ട് x ആണ്, ഫെയർ. അടുത്ത ഇൻപുട്ട് എന്താ വരുന്നത്? yz. yz എന്ന് പറയുമ്പോൾ y ഇൻറ്റു z. അപ്പോൾ അവിടെ ഒരു ആൻഡ് ഗേറ്റ് വേണം. സോ ഈ ആൻഡ് ഗേറ്റിലോട്ട് y-ഉം z-ഉം വരച്ചു. ഇതെടുത്തിട്ട് ഈ ഓർ ഗേറ്റിലോട്ടും കൊടുത്തു. ഇത്രയേ ഉള്ളൂ. 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇത്രയും വരച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 10 മാർക്സ് കിട്ടാവുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ഇതാണ് ഇന്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആൾക്കാർ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.